നമുക്ക് ചേസ് ചെയ്ത് പോകാം. ചേസ് ചെയ്ത് പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം. അടുത്ത് ഈ കൊച്ചു ഭയങ്കര മടിയെല്ലാം പറയാൻ. ദാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. നമുക്ക് പുറകെ പോകാം. എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. പാത്രം എടുത്തു. നമ്മൾ ഇന്നത്തെ അംഗംവെട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്നത് അമ്മച്ച പറയെന്തോ ഉണ്ടാക്കണേ. മുട്ടക്കറി. എന്തോ എങ്ങനത്തെ മുട്ടക്കറി? എങ്ങനത്തെ മുട്ടക്കറി? നിങ്ങൾ കണ്ട് മനസ്സിലാക്കൂ എന്നാണ് അഭ്യർത്ഥന. കാണും, നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കടക്കാം. പണിപ്പുരയിലാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഞങ്ങൾ മുട്ട, എത്ര മുട്ട എടുത്തേ? 2 മുട്ടയാണ്. ഞങ്ങൾക്ക് 2 പേർക്കുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തകർത്ത് പണിയിലാണ്. നമുക്കിനി ഓരോന്നായിട്ട് കാണാം. അപ്പോൾ മുട്ട ഞങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മുട്ട വേകണമെങ്കിൽ ട്രിക്ക് പറഞ്ഞു കൊടുക്കിച്ച. പെട്ടെന്ന് മുട്ട വേകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിട്ട് ചെറിയ പാത്രത്തിൽ ഇനിയുണ്ടല്ലോ ഉപ്പിടണം. അടുത്തടുത്ത് ട്രിക്ക് പറഞ്ഞെടുക്കേ. ചെറിയ പാത്രം കോഴിമുട്ട സമയമൊന്നും വേണ്ട. എന്തായാലും ഇരിക്കട്ടെ. ഒരു ന്യൂ ട്രിക്ക്. കുഞ്ഞു പാത്രത്തിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ചെറിയ തീ മതിയെന്ന്. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അടുത്ത് ഞങ്ങൾ എടുക്കണതെന്ന് പറഞ്ഞാൽ മഞ്ഞക്കുരുവിനെ തീരെ വെന്ത് പോവാത്തൊരു സമയമുണ്ടല്ലോ. എങ്ങനെ ഇരിക്കും? തീരെ വേവില്ലേ? തീരെ വേവാത്തൊരിത് ആ ഒരു പരുവത്തിന് ഇച്ചിരി നേരം ഒന്ന് ആയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് അടച്ചു വെക്കും. ഈ വെള്ളത്തിൽ തന്നെ ചൂടുവെള്ളത്തിലിട്ട് മുട്ടനെ അടച്ചു വെച്ചിരിക്കും. അപ്പോൾ ഇച്ചിരി കഴിയുമ്പം മഞ്ഞക്കൊരു ഭയങ്കരമായിട്ട് വേഗത്തിൽ ഇങ്ങനെ ഒരു പിളിപിളത്തെ ഒരവസ്ഥയുണ്ട്. നല്ല രസമാണ്. ഇന്ന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറേ നേരത്തേക്ക് ഇതിന് അടുപ്പിൽ വെച്ചേക്കത്തില്ല. അപ്പം എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്ത് പറക്കിയിട്ട് വരുമ്പം ഇപ്പം ഞങ്ങൾ മാറ്റണം. വളരെ കുറച്ച് നേരം വെച്ചാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും വെച്ചതാണ്. ഉടനെ എടുക്കും. പിന്നെ നോക്കിക്കോ. പിന്നെ നമ്മളിങ്ങനെ എന്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സോറി, പോയി കാണിച്ചു തരാവേ. പിന്നെ നമ്മളിപ്പം ടൊമാറ്റോ, കുറച്ച് ഉള്ളിയും സവാളയും കാണുന്നതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള അടുത്ത് കട്ട് ചെയ്യണം. അതാണ് അടുത്ത പണി. അപ്പം ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ഇതാ നമ്മൾ പാചകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാചകമല്ല, കട്ടിങ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞങ്ങൾ വെറും മുട്ടക്കറിയൊന്നും അല്ലേ ഉണ്ടാക്കണം. എന്തോന്ന് മുട്ടക്കറി ഉണ്ടാക്കണം? വെറും മുട്ടക്കറിയാ? വെറൈറ്റി. അത് പറ. വെറൈറ്റി മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പം നല്ല കുനുകുന നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു കൊടുത്ത്, പിന്നെ 2-3 കൊച്ചുള്ളി മതിയെന്നാണ്. നമുക്കിപ്പോൾ 2 പേർക്ക് കണക്കിനല്ലേ വെക്കണേ? ഇത് 2 പേരുടെ കണക്കാണ് കേട്ടോ പറയണേ. പിന്നെ അടുത്ത് കുറച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോയിലൊരു ക്വാളിറ്റിയുടെ ഒരു ഇത് വരും. അത് ലൈറ്റിന് താഴെ ഇട്ട് നിന്നിട്ടാണ് അതിങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അടുത്ത് തന്നെ സവാള അരിഞ്ഞു കൊടുക്കണം. പിന്നെ അടുത്തും സവാള തന്നെ കേട്ടോ. അല്ല, ഒരു സവാളയെ തന്നെ 2ആയിട്ട് മുറിച്ചത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി നേരത്തെ പറഞ്ഞു. ഇഞ്ചിയും കുറച്ച് പച്ചമുളകും. പിന്നെ നമ്മുടെ ഇത്രയും തന്നെ. പിന്നെ മിക്സിയിൽ ജാർ എടുക്കണം. ജാർ കാണിച്ചാലും ഉണ്ടോ? ജാറിനകത്ത് എടുത്തിട്ട് എല്ലാം കൂടെ അടിച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഗായ്സ്, നമുക്ക് ചേസ് ചെയ്ത് പോകാം. ചേസ് ചെയ്ത് പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണാം. അടുത്ത് ഈ കൊച്ചിന് ഭയങ്കര മടിയെല്ലാം പറയാൻ. കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണം. നമുക്ക് പുറകെ പോകാം. എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാം. പാത്രം എടുത്തു. സ്റ്റാർട്ട്. എണ്ണ ഒഴിച്ചവള്. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇച്ച പറഞ്ഞുതരാം കേട്ടോ ഞങ്ങൾക്ക് എന്തോന്നാണ് ചെയ്യാനുള്ളതെന്ന്. ഇന്ന് മൊത്തം ഇച്ചയുടെ പാചകം. ഇച്ച ഇനി എന്തോ ചെയ്യണം? ഉറച്ച് പറഞ്ഞാലേ കേൾക്കാൻ പറ്റും.
ആദ്യമൊക്കെ മിക്സിയിൽ വെച്ച് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ സവാളേനെ ഇങ്ങനെ അല്ലായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്, ഇങ്ങനെ താളിക്കും ഇങ്ങനെയൊക്കെ പറയില്ലേ, ഇങ്ങനെ വെണ്ടയൊക്കെ ഒത്തും ഭയങ്കര ചുമക്കാൻ പറ്റും. അപ്പം നമ്മൾ അതിലോട്ട് വീഴ്ത്തണം. അപ്പം നിങ്ങൾ ഇട്ട് കൊടുത്ത് അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലതായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ചെറിയ നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ഐറ്റം വെള്ളം. അപ്പം അത് ഒന്ന് വറ്റുന്ന വരെ എന്ത് ചെയ്യണം, അപ്പം ഈ സവാളയുടെ ആ ഒരു ചെവ എന്ത് ചെയ്യും മാറിക്കിട്ടും. അപ്പം അത് വരെ നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് വരട്ടണോ ഇതിനെ? നല്ല പോലെ പറ്റിയിട്ടുണ്ടല്ലേ? കണ്ടോ ഈ ഒരു പരുവത്തിൽ മസാല ഇട്ട് കൊടുക്കാവേ. ഇപ്പൊ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലാണോ? എരിവ് ഓരോരുത്തർക്ക് അനുസരിച്ചിടാം അല്ലേ? നമ്മള് മഞ്ഞപ്പൊടിയും ഞാൻ പറഞ്ഞില്ല ഇത് യഥാർത്ഥമായിട്ട് ഇത്രയും വറ്റുമ്പോഴാണ് ടേസ്റ്റ്, അല്ല ഇത്രയും വറ്റിച്ചെടുക്കുമ്പോൾ അല്ലാതെയാണ്. മല്ലിപ്പൊടി, നല്ല മണം. കുറച്ച് മസാലയാണ് കേട്ടോ അടുത്ത്, ആവശ്യമുള്ള മസാല. കുറച്ച് പെരിഞ്ചീരകം, അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വരട്ടി ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറാം അല്ലേ? നല്ല തിളച്ചിട്ട് വെള്ളം എന്ത് ചെയ്യുന്നതാണ്, ഞങ്ങളിപ്പം ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് ചെയ്തതാണ്. ഞങ്ങൾ ഇച്ചിരി ഇഞ്ചി തിളച്ചോള, നമ്മൾ വെള്ളം കുടിക്കുന്ന ഇച്ചിരി ഇഞ്ചി, വേറെ എന്തെങ്കിലും കേട്ടോ, ഇഞ്ചി ഇട്ട വെള്ളമാണ് അത്. ഇച്ചിരി ഒന്ന് ഇതിലോട്ട് എന്ത് ചെയ്യണം, വീട്ടി കൊടുക്കണം. ഭയങ്കര നല്ല രസമുണ്ട്, നല്ല മഞ്ഞപ്പ് തോന്നുന്നു. പിന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് തീരെ വെള്ളമാക്കൂലല്ലേ? പിന്നെ വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെച്ച് വറ്റിച്ചെടുത്താൽ മതിയല്ലേ? അപ്പം ഇനി നല്ലതായിട്ട് തിളയ്ക്കാം. പെട്ടെന്ന് തിളയ്ക്കും, ഞങ്ങൾ ചൂടുവെള്ളം വീട്ടിയതുകൊണ്ട്. 15 മിനിറ്റ്, 15 മിനിറ്റ് കൊണ്ടൊക്കെ 15 ഇടുമല്ലേ? ഇനി ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് നല്ല രസമാണ്, നല്ല മഞ്ഞക്കല്ലാത്ത. അപ്പം ഇത് നല്ല വെട്ടിത്തിളച്ചിട്ട് ഇത്ര ഇനിയുണ്ടോ? എന്താ നല്ല ആവി പറക്കുന്നുണ്ട്, കാരണം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള മല്ലിയില ഇട്ട് ഇനി സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മുട്ട കാണാം. അങ്ങനെ ഞങ്ങളിത് കറക്റ്റ് പാകമായപ്പോൾ മുട്ടയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളതുമായിട്ട് കഴിക്കാനിരുന്നിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ കറി. നിനക്ക് ഇഷ്ടപ്പെട്ടാ?
ഞാനുണ്ടാക്കിയ കറി എനിക്ക് ഇഷ്ടപ്പെടാം. അതിപ്പോൾ എന്ത് വന്നാലും ഇപ്പം കൊള്ളതല്ലേ പറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ട്. എനിക്ക് തോന്നുന്നത് സവാള പീസായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കൊള്ളായിരിക്കും അല്ലേ. ചിലർക്ക് സവാള എനിക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നു, പിന്നെ ഇടയ്ക്ക് താല്പര്യം വന്നു, പിന്നെ ഇപ്പം താല്പര്യം പോയി. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ടേസ്റ്റുണ്ട്. സാധാ കറീനേക്കാളും എന്ത് പറയാം, നല്ല കാരണം സവാളയുടെ ഫുൾ ടേസ്റ്റും ഇതിലുണ്ട്. ടേസ്റ്റ് അല്ലല്ലോ, എന്ത് പറയാം, നല്ല രസമുണ്ട്. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഫുഡെല്ലാം കഴിച്ച് തീർക്കട്ടെ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു. ഓക്കേ.